ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബിയെ പോലീസ് വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് റിമാൻഡിലായ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം ലഭിച്ചതിന് ശേഷം നടത്തിയ കാട്ടിക്കൂട്ടലുകൾക്കും കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിമർശനവും ബോബി ചെമ്മണ്ണൂർ കേൾക്കേണ്ടി വന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം പഴയ അശ്ലീല പരാമർശവും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും ഇല്ലാത്ത മാന്യനായ ബോബിയായാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ എന്ന മോനി ബ്ലോസ്ലയെ എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബോബി ശ്രദ്ധേയനായി മാറുന്നതിനും കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു. 15 ലക്ഷം രൂപ നൽകിയാണ് മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് എത്തിച്ചതെന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. എന്നാൽ ബോബിയെ ഈ നീക്കത്തിന്റെ ഗുണം എത്രയോ കോടികൾ മുടക്കിയാലും കിട്ടാത്തതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്. അത്തരത്തിൽ ശ്രദ്ധേയമായി മാറിയ ചില കുറിപ്പുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ബിസിനസ് അറിയുന്നവരാണ് ബോബി ചെമ്മണ്ണൂർ. 15 ലക്ഷം രൂപ മുടക്കിയാണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിലെത്തിച്ചത്. അതുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്നത് കേരളം മുഴുവനുള്ള കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെയുള്ള പ്രശസ്തിയുമായിരിക്കും. നേരെ മറിച്ച് പ്രമുഖ പത്രങ്ങളിൽ ഒന്നാം പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചിലവാകും. പണ്ടത്തെ പോലെ പത്രമൊന്നും വായിക്കുന്ന അവസ്ഥ അല്ലാത്തതുകൊണ്ട് വലിയ പ്രയോജനവും ഇല്ലതാനും. ഇനി TV-യിൽ കൊടുക്കാമെന്ന് വെച്ചാൽ TV കാണുന്ന ആളുകൾ കൂടുതലും പഴയ തലമുറയാണ്. എങ്ങനെ നോക്കിയാലും മുടക്കിയ 15 ലക്ഷത്തിന് കോടികളുടെ പരസ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് അദ്ദേഹം ലാഭിച്ചു. ബുദ്ധിമാനാണ് ബോബി എന്നാണ് ബാംഗ്ലൂർ മലയാളി എന്ന പേജിൽ വന്ന കുറിപ്പ്. മൊണാലിസയ്ക്ക് ബോബി 15 ലക്ഷം രൂപ പ്രതിഫലം നൽകിയെന്നുള്ളത് വലിയ സന്തോഷമുള്ള വാർത്തയാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. ഇത് ബോച്ച് ചെയ്ത വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നതിലൊരു സംശയവുമില്ല. ഏത് കുപ്പയിലാണെങ്കിലും ദൈവനിയോഗമുണ്ടെങ്കിൽ ഭാഗ്യം നമ്മെ ഇങ്ങോട്ട് തേടിയെത്തും എന്ന ഒറ്റ ഉദാഹരണമാണ് മൊണാലിസ. ചിലപ്പോൾ അതിനായി നാം ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേക്കാം, കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം, ഒരുപാട് വിഷമഘട്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇത് മൊണാലിസയുടെ ഭാഗ്യത്തിനപ്പുറം ഒരു കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ ഉൾപ്പെടെ പലരും. അതിൻ്റെ ഒരു ഭാഗമായി ആ പെൺകുട്ടിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച ബോച്ചയ്ക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ആ മോൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്നും വൈറൽ കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിനും മൊണാലിസയ്ക്കും അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷം തോന്നിയ ഒരു വാർത്ത. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു കുടുംബത്തിലെ കുട്ടി. പല റിപ്പോർട്ടുകളിലും കോഴിക്കോട് 15 ലക്ഷം രൂപയാണ് യാത്ര ചിലവായി താരത്തിന് കോഴിക്കോട് എത്തുന്നതിന് ലഭിക്കുന്നതെന്ന് അറിയുന്നു. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.